നമുക്ക് കിട്ടിക്കുന്നത് ആപ്പിളിൻ്റെ എയർപോഡ് 1 എന്ന് പറഞ്ഞൊരു മോഡലാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സൈഡിൽ ചാർജ് തീരെ നിൽക്കുന്നില്ല. അതായത് ജസ്റ്റ് നമ്മൾ സോങ് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വേണമെന്നുണ്ട് 1 അവർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നാൽ നോക്കുമ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. ചില ആൾക്കാർക്ക് കോളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കണ്ടുമ്പോഴത്തേക്ക് ഓഫായി പോകുമ്പോൾ ചിലപ്പോൾ ഓൺ ആവുകയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി മാറ്റുക എന്നുള്ള ഫുൾ പ്രോസസ്സ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബാറ്ററിൻ്റെ സ്റ്റാൻഡ് മാറ്റുന്നത്. എയർപോഡ് 1ഉം 2ഉം പ്രോയും മാറ്റുന്നത്. പിന്നെ വേറൊരു സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട്. പിന്നെ എയർപോഡ് പ്രോയിൽ തന്നെ 1ഉം 2ഉം വരുന്നൊരു സാധനത്തിൻ്റെ സ്റ്റാൻഡും കൂടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നൊരു സ്റ്റാൻഡാണ്. ഇതിന് മുമ്പ് ഞാൻ കുറേ ലോങ് വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നതെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതാണോ മാറാനുള്ള ആ സാധനം ജസ്റ്റ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആ സാധനം നമ്മൾ അതിൻ്റെ മുകളിൽ കറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഈ ഹോട്ടലിൽ ഹീറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 100 ഹീറ്റിൽ 50 or 60 എയറിൽ നമ്മൾ മേളിൽ നിന്ന് ഹീറ്റ് അടിക്കുക. ഇത് ഒന്നാമത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഹീറ്റ് ആക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. 100 ഇട്ടാൽ മതി, 100 കൂടേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഹീറ്റാക്കി നമുക്കിങ്ങനെ അറിയാൻ പറ്റും, നമ്മളെ കയ്യിൽ ഫീൽ ചെയ്യും. ആ ഒരു ഫീൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് സർജിക്കൽ ബ്ലേഡോ എന്തെങ്കിലും ഒരു ബ്ലേഡ് കൊണ്ട് മേളിൽ നിന്ന് മെല്ലെ പൊക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം എല്ലാം ഓപ്പണായി വരും. അതായത് അതിൻ്റെ ഉള്ളിലത്തെ ഗം ഉരുകി, ഇത് ഓൾറെഡി ചിലപ്പോൾ നമ്മൾ തൊട്ടാൽ തന്നെ പോരും, പക്ഷേ ഉള്ളിൽ സ്ട്രിപ്പ് കാര്യങ്ങൾ ഡാമേജ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന് മൈന്യൂട്ട് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പം വലിയത് തോന്നില്ലെങ്കിലും ഏകദേശം ഒരു 6-7 കണക്ഷൻസ് അങ്ങനെ അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. കാരണം സെൻസർ, അതേപോലെ തന്നെ മൈക്ക്, ചാർജിങ് എല്ലാം താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കണക്ഷൻസൊക്കെ അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ പിടിച്ചൊന്നായിട്ട് വലിച്ചുകൂടാൻ നിൽക്കണ്ട. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് യാതൊരു പ്രശ്നവുമില്ല, മറ്റേ ഓൾറെഡി അറിയുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല. ആ ഒരു നേക്കിൽ കഴിക്കും. ഫസ്റ്റ് ടൈം കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ശ്രദ്ധിച്ച് കഴിക്കുക. കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇതേപോലെ ഗമ്മ് നമ്മൾ ട്യൂസർ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുക. നമ്മളെ നോർമൽ ഐഫോണിൻ്റെ ബാറ്ററിൻ്റെ ഗമ്മ് എടുക്കുന്ന പോലെ ട്യൂസർ വെച്ചിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചുരുണ്ടി എടുക്കുക. ഇത് നമ്മൾ സാധാരണ നമ്മൾ വൈറ്റ് ഗമ്മില്ലേ, അതുപോലത്തെ ഒരു ഗമ്മാണ് ഉണ്ടാകുക. ഇങ്ങനെ ചെറുങ്ങനെ ചുരുട്ടി എടുത്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. എന്നതിന് ശേഷം അത് ഫുള്ളായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉള്ളിലും കുറച്ചുകൂടി സെൻട്രലായിട്ട് കുറച്ച് ഗം ഉണ്ടാവും. ആ ഗമ്മും ഇതേപോലെ ട്യൂസർ കൊണ്ട് മെല്ലെ തോണ്ടിയെടുക്കുക. വീണ്ടും ശ്രദ്ധിക്കുക. കൂറുമ്പോൾ ട്യൂസറൊക്കെ യൂസ് ചെയ്യുമ്പം ആ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഇത്തിരി ഫ്ലെക്സ് ആക്കിയിട്ട് നമ്മൾ ഷാർപ്പ് ബിറ്റ് ഇട്ടിട്ട് നമ്മൾ ഒരു തുള്ളി നമ്മൾ അതിൻ്റെ മേളിൽ ലെഡ് പിടിപ്പിച്ചതിന് ശേഷം സെൻട്രൽ ആദ്യം കണക്ഷൻ വരും. അത് ഗ്രൗണ്ട് ആയിരിക്കും, മൈനസ്. അത് ജസ്റ്റ് സോൾഡർ ജസ്റ്റ് ലെഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് വിട്ട് വരും. അന്നേരം മെല്ലെ പൊക്കി കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് ഇതേപോലെ പൊങ്ങി വരും. അന്നേരം അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കണക്ഷൻ കൊടുക്കണം. അത് പോസിറ്റീവാണ്. അപ്പോൾ സെൻറ്ററിൽ നെഗറ്റീവ്, ഉള്ളിൽ പോസിറ്റീവ്. ആ പോസിറ്റീവിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് ഫ്ലെക്സ് ആക്കുക. ഇത്തിരി PPD അയണിൻ്റെ മുകളിൽ PPD ലെഡ് എന്തെങ്കിലും അയണിൻ്റെ മുകളിലാക്കിയിട്ട് ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററിൻ്റെ കണക്ഷനും വിട്ട് വരും. എന്നിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ വീണ്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ഗമ്മ് കാര്യങ്ങൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ടാവും. അതും അതായത് നമ്മൾ ഈ സ്ട്രിപ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാം. അത് എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു കുളത്ത് പോലത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് ബാറ്ററിൻ്റെ മുകളിൽ കുടുക്കാനുള്ളൊരു ഓപ്ഷൻ അതിൻ്റെ മുകളിൽ ഓൾറെഡി ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഇതേപോലെ കുടുക്കിയിട്ട് വലിക്കുക. അത് ഡയറക്റ്റ് വലിച്ചിട്ട് കാര്യമില്ല, ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി. അതായത് ഉണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി പക്കയായിട്ട് പുറത്തേക്ക് പോരുള്ളൂ. ചൂടാക്കാണ്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വരുള്ളൂ. നേരത്തെ ആ സെയിം ഹീറ്റിൽ തന്നെ ഒന്നും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാക്കുക. നമ്മളെ ബഡ് നല്ല രീതിയിൽ ചൂടാക്കുന്ന സമയത്ത് വീണ്ടും ശ്രദ്ധിക്കുക, ഓവർ ആവണ്ട. ഓക്കെ, ഇതേപോലെ നല്ല നമുക്ക് കയ്യിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും ഓവറായോ ഇല്ല എന്നുള്ളത്. അതുവരെ നമ്മൾ ഇതേപോലെ ഹീറ്റ് അടിച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കുളത്ത് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് പൊങ്ങി വരും. കണ്ടോ, ഇതുപോലെ പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ട്യൂസറൊക്കെ വെച്ചിട്ട് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്യൂസർ അതിനായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാലും മതി. ഇത് ഞാൻ അതിൻ്റെ ആ രീതിയിൽ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ ഞാൻ ഉണ്ടാക്കിയത്. അതേപോലെ ട്യൂസർ നിങ്ങൾ ഉണ്ടാക്കിയാലും മതി, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഒരു ക്ലിപ്പ് ഇങ്ങനെ മടക്കിയിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് മാറ്റി കൊടുത്ത ബാറ്ററിയാണ്. അപ്പോൾ ആയിരിക്കെങ്കിലും ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ട് എയർപോഡ് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, പ്രോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി മാറ്റിയപ്പോൾ മാറ്റാൻ കുറേ ആൾക്കാർ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറേ വരുത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധനം എന്നതിന് ശേഷം ഇതാണ് പുതിയ ബാറ്ററിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മടങ്ങി നിന്നിട്ടുണ്ടാവും ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ. അത് നേരെ നിർത്തി വെക്കുക. മറ്റേത് നെഗറ്റീവ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിന് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുമ്പോൾ, അതായത് വാങ്ങിയ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാങ്ങിച്ച് വെക്കാം. എന്നിട്ട് ഇനി അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുദ്ര ശ്രദ്ധിച്ചോ, ആ മടക്കുന്ന സ്ട്രിപ്പ് അതേപോലെ മടക്കിയിട്ട് മെല്ലെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറ്റി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ആൻറ്റിന പോലത്തെ ഒരു സാധനമുണ്ട്. അത് മുറിഞ്ഞു പോയി പൊട്ടിപ്പോയി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധനം വർക്കില്ല. ഈ ഒരു സീനുണ്ട്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം മാത്രം ഇടുക. എന്നിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എങ്ങനെയാണോ അയച്ച് അതേപോലെ തന്നെ അതിൻ്റെ മേളിലൊരു സൈഡിൽ
ഇങ്ങനെ ചാരി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റാക്കി ലെവലാക്കിയിട്ട് വെക്കുക. കണക്ടർ ലെവലാക്കി വെച്ചതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ സാധനം സോൾഡർ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് സിൽവർ ടാപ്പ് ഒട്ടിക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. കാരണം സിൽവർ ടാപ്പ് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയൺ കൊണ്ട് തട്ടും, അത് ഉരുകിപ്പോവും, പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ആവും. പിന്നെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് കർവൊക്കെ ഇങ്ങനെ ഉരുകിയിട്ടൊക്കെ ഉണ്ടാകുക. അപ്പോൾ മാക്സിമം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. നിങ്ങൾ കുറച്ചുകൂടി ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സൈഡ് ഞാൻ ചെയ്തതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് മടക്കി നിങ്ങൾ കറക്റ്റ് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്നതിന് ശേഷം മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതുണ്ട് ഉള്ളിലോട്ടേക്ക് അതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് കണക്ഷൻ അതിൻ്റെ ഉള്ളിൽ സെൻട്രലായിട്ട് വരും. അവിടെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇത് അതിലിടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ മുകളിൽ ലെഡ് പിടിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾഡർ ചെയ്യാൻ പറ്റും. വെച്ചതിന് ശേഷമാണ് ലെഡ് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിടിക്കാൻ ഇത്തിരി ഇടങ്ങാറാവും. ഇതിപ്പോൾ എന്തായാലും സാധനങ്ങൾ അതിൻ്റെ നമ്മൾ കറക്റ്റ് പാക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സാധനം നമ്മൾ അടച്ച് ഇതിൻ്റെ ഉള്ളിൽ ഗമ്മിടണം കേട്ടോ. ഞാൻ ഗമ്മിടാണ്ടുള്ള വീഡിയോ ആണ് ഇട്ടത്, അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗമ്മിടുന്ന ഏറ്റവും നല്ലതാണ്. ഗമ്മിടാണ്ട് എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഉള്ളിലും പിന്നെ സൈഡിലും ഗമ്മിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പക്കയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ബോക്സിലിട്ട് ചാർജ് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്, കറക്റ്റായി ഗ്രീൻ കളർ കത്തുന്നുണ്ട്. പിന്നെ ബോക്സിൻ്റെ അവസ്ഥ, ഈ ഒരു സാധനം യൂസ് ചെയ്യുന്ന സമയത്ത്, കാരണം ഇത് വൈറ്റ് അല്ലേ, ഇനി വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ക്ലീൻ ആക്കാൻ ശ്രമിക്കും. ഇതിങ്ങനെ ക്ലീൻ ആക്കാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നാമത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നായിട്ട് ഇങ്ങനെ കറ പിടിക്കും. പിന്നെ അത് ചില സാധനം ക്ലീൻ ആക്കിയാലും പോവില്ല, ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുക, ആ രീതിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകുക. അത് അന്നാന്ന് എടുക്കുന്ന സാധനം അന്നാന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നല്ല രീതിയിൽ ക്ലീൻ ആവും. ഇത് ഞാൻ തുണി കൊണ്ടൊന്നും തുടച്ചിട്ട് സാധനം ക്ലീൻ ആവുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കറ പോലെ പിടിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാനിത് തുടച്ചിട്ട് പോയിട്ട് അപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ക്ലീനർ ഒരു കാരണവശാൽ ടിന്നർ ഇതിൻ്റെ മേളിൽ തൊടിക്കരുത് കേട്ടോ. ടിന്നർ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നായിട്ട് പളപളയാന്നായി പോകും, നന്നായിട്ട് വാടിപ്പോന്നൊക്കെ പറയാം. അത് ഇങ്ങനെ എന്താ പറയുക, ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു സംഭവമില്ല, അതേപോലെ ആയിപ്പോൾ. അതുകൊണ്ട് ടിന്നർ കാര്യങ്ങൾ ഒരു കാരണവശാൽ ഇതിൻ്റെ മുകളിൽ തൊടിക്കാൻ നിൽക്കരുത്. ഞാൻ എന്നിട്ട് ഫാൾക്കനെ നല്ല രീതിയിൽ അതിൻ്റെ മേളിലൊക്കെ അടിച്ചിട്ട് ബ്രഷ് കൊണ്ട് കുറേ വരുതി, എന്നിട്ടും പോകാണ്ട് മെല്ലെ ചുരണ്ടിയും മറ്റേതാക്കി മറിച്ചതാക്കിയിട്ടൊക്കെയാണ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി. സാധനം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം ആൾക്കാരുടെ മുമ്പിലിട്ട് തുറക്കുമ്പോൾ ഒന്നായിട്ട് ചളിയാകുമ്പോൾ ഓരൊക്കെ ഇത് കാണുമെന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്യുക. വൈറ്റാണ്. പിന്നെ ചെളി നമ്മുടെ ചെവിയിലേക്ക് വെക്കുന്ന ഒരു സാധനം ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ക്ലീൻ ആക്കാണ്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചെളി നിറഞ്ഞിട്ട് ഒന്നാമത് ചെവിൻ്റെ സാധനം. ഇതുകൊണ്ട് ഈ ഒരു സാധനമൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്യുക മാക്സിമം. ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ചിലപ്പം ചെയ്യുന്ന ആൾക്ക് വരെ, സർവീസ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പം ഇത് എന്താ പറയുക, ഇതായിട്ട് തോന്നും, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയല്ലേ, പിന്നെ നമ്മളത് ഒഴിവാക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്തും കൊടുക്കും. നമുക്ക് എന്തായാലും കാരണം നിങ്ങളൊരു കസ്റ്റമറാണ്, ആ രീതിയിൽ നമ്മൾ ചെയ്തു തരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇതെന്തായാലും അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ മൊത്തം ക്ലീൻ ചെയ്ത് ഫുള്ളുണ്ട്. സൈഡിലുള്ള എല്ലാ കറുപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ചുണ്ട്, പക്ഷേ മാക്സിമം എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഓൾറെഡി മാറ്റി കൊടുത്താണ്, ഇതിന് മാറ്റാനുള്ള സാധനമാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് കുടുങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും അയച്ചു കൊടുത്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.